ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം 1990 ഇപ്പോൾ റേറ്റിംഗ് ഉള്ളത്. ഇപ്പോൾ നമ്മളെ ന്യൂ അക്കൗണ്ടിൽ 10+ കൂടി ആയാൽ, അതായത് രണ്ട് കളി വെച്ചാൽ 2000 അടിക്കാൻ പോകണം. ഫസ്റ്റ് ടൈം 2000 അടിക്കാൻ പോകണം. ഈ അക്കൗണ്ടിലൊക്കെ ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. ഹിയർ വി ഗോ. ഞാൻ ഒക്കോണൻ്റ് എന്ന് പറഞ്ഞത് അല്ലേ, അങ്ങനെ എന്തോ പറഞ്ഞേ, എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഡിവിഷൻ 2 ആണ്. പക്ഷേ ഇതിപ്പം വീഡിയോ എടുക്കുന്നത് ജനുവരി 18 തോന്നുന്നു. 18-19. അപ്പം നിങ്ങളെപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. നൈസ് എൻ്റെ പൊളി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പണിയാവുമായിരുന്നു. ഇപ്പോൾ കുള്ളിറ്റ് മക്കിലേലെ ഗ്രീസ്മാൻ നൈസ്. ഷെവ ടേണി ക്ലീൻ ഫിനിഷ്. ലെറ്റ്സ് ഗോ. 1-0 ഗൈസ്, 1-0 അങ്ങനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഭാഗ്യം തന്നെ. പണിയാക്കല്ലട മോനെ. ഓക്കെ, ഡ്രോപ്പ അവിടെ മെസ്സി. ഞാൻ ഒരു ഡബിൾ ടച്ചാണ് ഇവിടെ മെസ്സിൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചത്. എന്തായാലും അങ്ങ് ഓടിച്ച്. പക്ഷെ ആ ത്രൂ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായിട്ടുണ്ട്. 1-1 ആണ് ഇപ്പോഴും. ഇത് പൊട്ടിയാൽ പിന്നെയും 3 ആൾ കളിക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. കഴിയൂല. എടാ നൈസ്. അവൻ ഡബിൾ പ്രഷർ ചെയ്ത് മണ്ടൻ. ഓക്കെ, എന്തായാലും നല്ല ചാൻസ് അടിച്ചു കയറ്റിയിട്ടുണ്ട് മെസ്സി. പുള്ളി ഓക്കെ ഓഫ് സൈഡ് അല്ലല്ലോ അല്ലേ. ഈസി കേളി. 3 കേളല്ലേ ഞാൻ ചെയ്തത്. ഷെവ ഫസ്റ്റ് കേള്, മെസ്സി കേള്, ഇതും ഇപ്പം കേൾ തന്നെയാണ്. എഡ്വേർഡ്, മത്തേസ്, സുവാരസ്, മെസ്സി, റുമി. എടാ പണിയാലോ ഗൂയിസ്. കൊള്ളിറ്റ്. ഓക്കെ, ഷെവ ആൻഡ് എറ്റോ. ഇങ്ങനെ അടിക്കുവേ. ഓക്കെ, അപ്പോൾ നമുക്ക് 5+ ആണ് കേട്ടോ. വെറുതെ എന്നാലും കാണാമല്ലോ ഒരു സുഖം. യെസ്, 995 ഗൈസ്. 5 more, just 5 more, 1 more match. ഓക്കെ, ഒപ്പോണൻറ്റ് ഹിയർ വി ഗോ. ഡിവിഷൻ 1 ആയാൽ ഗെയിം പ്ലേ അടിപൊളിയാവും. കുഴപ്പമില്ല, ഡിവിഷൻ 2 ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ആകെ അത്രേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായി. ഹിയർ വി ഗോ. സുവാരസ്, പില്ലോ, നൈസ്. ഏറ്റോ മെസ്സി. എല്ലാവരും അവിടെ ഉണ്ടല്ലോടാ. നൈസ്. കനവേറോ, ഷെവ, പൊളി. എടാ ഏറ്റവും ഓടിയില്ലടാ. അതെന്താ ഏറ്റവും ഒരു പറ്റിച്ച് ഗൈസ്. നൈസ്. മെസ്സി ഡബിൾ ടച്ച്. ലെറ്റ്സ് ഗോ. യെസ്, അപ്പം 1-0. 2000 അടിക്കാൻ പോകണം ഗൈസ്. കറക്റ്റ് 2000 അടിക്കുമായിരിക്കും. നോക്കാം. നൈസ്. എടാ കിട്ടിയടാ. നൈസായിട്ട് മാനുവൽ പഠിക്കണോടാ. എൻ്റെ ഡിഫെൻസ് കണ്ട ഓഫ് സൈഡ് അല്ലേ. ഡിഫെൻസ് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും മാനുവൽ ഒന്ന് പഠിച്ചെടുക്കണം. കുഴപ്പമില്ല, കുറേ കളി പൊട്ടട്ടെ. ഗെയിം പ്ലേ പിന്നെ സെറ്റാവുമല്ലോ. മാനുവൽ എങ്ങനെയും പഠിക്കണം. പക്ഷേ ഞാൻ മിക്കവാറും അടുത്ത ഫേസ് മുതൽ ലൈവ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ലൈവ് വരുന്നുണ്ടെങ്കിൽ തന്നെ ലേറ്റ് നൈറ്റ് ആയിരിക്കും. അതായത് ലൈക്ക് 1 minute. മെസ്സി കേൾ ചെയ്താലോ. കുറേ ആയി മെസ്സിയിൽ വെച്ച് മര്യാദയ്ക്കൊരു ബ്ലിറ്റ്സ് അടിച്ചിട്ട്. ബ്ലിറ്റ്സ് എല്ലാം തോന്നുന്നത്, പക്ഷേ നല്ല കേളായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലേറ്റ് നൈറ്റ് ആയിരിക്കും. ലൈക്ക് 11 മണിയെല്ലാം ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് ലൈവ് ചെയ്ത് പൊളിക്കാം. വലിയ ഗെയിം പ്ലേ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമുക്കിങ്ങനെ എൻ്റർടൈൻമെൻറ്റിൽ ഇങ്ങനെ പോവാം. റാങ്കുഷ് ഫ്രണ്ട്ലി. കോർണറാ ഗോൾ കിക്കാം. ആദ്യമൊന്നും ഞാൻ ഫ്രണ്ട്ലി കളിക്കലേ ഉണ്ടായില്ല അല്ലേ ലൈവിൽ. നമുക്ക് ലൈവിൽ ഫുള്ള് ഫ്രണ്ട്ലിയൊക്കെ കളിച്ച് സെറ്റാക്കാം. ഓക്കെ, കുറച്ച് റാങ്കുഷ്, കുറേ ഫ്രണ്ട്ലി. ഇനി അങ്ങനെ ഇരിക്കണം. കുറച്ചും കൂടി നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്.
നോക്കാം, നിങ്ങളെല്ലാം ആ ടൈം വരാൻ പറ്റുവാണെങ്കിൽ പറ. കളി ശ്രദ്ധിക്കുന്നില്ല. 2K അടിക്കണ്ടേ, എന്താ മണ്ടങ്ങളിലേക്കല്ല. പക്ഷെ എങ്ങനെയായാലും ഇതിപ്പോൾ 2K അടിച്ചാലും എനിക്ക് ബാഡ്ജ് ഷാപ്പുണ്ട് ഗൈസ്. ലാസ്റ്റ് തൊട്ട് ഞാൻ ഫുള്ള് അടിച്ച് ഡിവിഷൻ 2 ഒക്കെ ചിലപ്പോൾ എത്തിക്കളി. ഓ ഏറ്റവും ഷടാ മെസ്സി, അവൻ്റെ എൻ്റെ മെസ്സി ഒരേപോലെ. കമോൺ ഷോ മെനി ആൻഡ് മിസ് പാസ്. കണ്ട മാനുവൽ പ്രശ്നം. പക്ഷെ അത് 2 ദിവസം ഇടാ. നമ്മൾ ബാർസലോണയോ നോക്കടാ, ഏതാ ലൈന്, ഹൈ ലൈനിലാണ് കളിക്കുന്ന പിള്ളേർ. എടാ ആർത്തത്തൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര ഹൈ ആണല്ലോ. യു എടുക്കടാ. അതാ ഈയടി ഇവൻ്റെ ഓഫ് സൈഡ് എന്താടാ, അല്ല ഇവൻ്റെ സുവാരസ് എന്താടാ, അതാ കയ്യെല്ലാം വെച്ചതിന് ഓഫ് സൈഡ് വിളിച്ച് പാവം ചെക്കൻ ഗൈസ്. കാരണം ശരിക്കും അന്ന് റയൽ മാഡ്രിഡ് വാസി കളിക്കുമ്പോൾ എംബാപ്പൻ്റെ അവസ്ഥ എനിക്ക് ഓർമ്മ വരുന്നത് ഗൈസ്. എത്രയും ഓഫ് സൈഡ്, 9 ഓഫ് സൈഡ് അങ്ങോട്ടല്ലേ എംബാപ്പ മാത്രം. പിള്ളോ എടാ കണ്ട ഡിഫൻസ് ഞാൻ എന്തെല്ലാം ചെയ്യുന്നു ഇവിടെ. അസിസ്റ്റഡ് എനിക്ക് സെറ്റാവില്ലടാ. മാനുവലാണെങ്കിൽ പഠിക്കാൻ എന്ത് പണിയാണ്, തലവേദന. എത്രാമത്തെ പ്രാവശ്യം അറിയാം ഞാൻ മാനുവൽ പഠിക്കാൻ നോക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ തുടങ്ങിയില്ല, തുടങ്ങണം പിന്നെയും നിർത്തും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട്. ലൈവ് ആകുമ്പോൾ കുറച്ചും കൂടി സെറ്റായിട്ട് കൊണ്ടുപോകാം. അടുത്ത ഫേസിൽ എവിഗോ മെസ്സി ഷെവ ഫോക്കസ് ചെയ്ത് കളിക്കുന്നുണ്ട്, എന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നല്ല ടഫ് ഉണ്ടാവാൻ, നല്ല മാർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് എല്ലാ പ്ലേയേഴ്സും. വലിയ സ്കോഡാന്ന് തോന്നുന്നു അത്യാവശ്യം. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. മെസ്സി പുറത്ത്. ഹാഫ് ടൈം ആകാൻ പോകുന്നുണ്ട്. 1-0 ആണ്. ഇവിടെ നിന്ന് അടിക്കാനൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ അടിച്ച് ഗോളും കയറുന്നില്ല. ഞാനാണെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ എത്തുന്നില്ല പ്ലേയേഴ്സ്. ലൈക്ക് അവൻ്റെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ്. ഏറ്റവും ഹാഫ് ടൈം. യെസ് KL2 ആ മോനെ KL2 മലയാളി അല്ലേ. എർവിഗോ നമ്മൾ തന്നെയാണ് പൊസിഷനൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാം സെക്കൻഡ് ഹാഫ് എങ്ങനെയെങ്കിലും അടിച്ച് കയറ്റണം. ഒരു ഗോളും കൂടി അടിച്ചാൽ പിന്നെയും സേഫാണ്. ഇത് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കയ്യിൽ ഒരു ഗോളും അടിക്കാം, പിന്നെയും 2 കളി കളിക്കണം. ടാസ്ക്കാണ്. വേറോ ഷെവ മെസ്സി നൈസ്. എന്താടാ എൻ്റെ പ്ലേയേഴ്സൊന്നും കളിക്കാത്ത ഇടാടാ, പിടിക്കടാ. എച്ച് പോകുന്ന എന്നിട്ട് നോക്കി നിൽക്കുന്നു എല്ലാവരും. ഓക്കെ കുഴഞ്ഞു വീഴടാ. കഞ്ഞി കുടിക്കാത്ത കളിയല്ല കളിക്കുന്നത്. കമോൺ ഈസി ഷവ കളി. ലെറ്റ്സ് ഗോ. അപ്പോൾ 2-0 ആയിട്ട് ഐസ് നമ്മൾ സേഫ് സോണിൽ കയറി. നമ്മളപ്പോൾ 2K അടിക്കാൻ പോകണം ഐസ്. യെസ്. അപ്പോൾ ഈ ഫേസിൽ 2K അടിച്ച്. പക്ഷേ ലാസ്റ്റ് തൊട്ട് ഞാൻ 2Kയിലൊന്നല്ല ഉണ്ടാവും, 1800 ഉണ്ടാവും. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ. ഈ നല്ല ഫ്ലോയിൽ പോകുന്നതാണ് 2100 അടിക്കാം. എന്തായാലും അവിടെ എത്തൂല. 2030 സംതിങ് ആയിട്ട് പിന്നെ തുടങ്ങും പടപട്ടീന്ന് താവാൻ വേണ്ടിട്ട്. അയ്യേ കമോൺ നൈസ്. ഒരു ഗോൾ കൂടി അടിക്കാൻ പറ്റുമോ? കമോൺ ഈസിയാടാ, അടിക്കടാ പോടാ മെസ്സി. ഓക്കെ എൻ്റെ 1 ടച്ച് ഫ്രണ്ട്ലിയിൽ പിന്നെയും അടിപൊളിയായിട്ട് വർക്കൗട്ട്. ഇതെന്താണ് ഈ റാങ്ക് പുഷ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും എല്ലാമായിട്ട് സംഭവിക്കുമല്ലോ.
സെയിം, അതായത് ഡിവിഷൻ പുഷിൽ നമുക്ക് കിട്ടിയ സെയിം പ്ലെയറിൻ്റെ പുറം കളിച്ചാൽ ഞാൻ ചിലപ്പം ജയിക്കോടാ. പക്ഷെ ഡിവിഷനിൽ ഒരുമാതിരി ഭയങ്കര ടഫായിരിക്കും. അതെന്താണ് അങ്ങനെ? എനിക്ക് മാത്രമാണ് അങ്ങനെ. എടാ അതിന് വൺ ടച്ച് നടക്കുന്നില്ലടാ. ഓടിത്തരുവോ? ടഫടാ അവൻ്റെ ഡിഫൻസ്. കമോ. അയ്യേ, പക്ഷേ ഈ ടൈമിൽ ഞാൻ ഏകദേശം 4 ഗോൾ ഇടേണ്ട വൺ ടച്ച് ഞാൻ കളിച്ചു. പക്ഷേ ഓക്കെ, ഭാഗ്യം. അത് ഗോൾ ഏരിയനെ ലാസ്റ്റ് മിനിറ്റ് ഭയങ്കര ടഫായിരിക്കും. പക്ഷെ കോർണറാണ്. ഇവൻ്റെ സുവാരസ് ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നു. ഏതോ ഊള കളി കളിക്കുന്നത്. ഒറിജിനൽ സുവാരസ് ഇങ്ങനെയല്ല. സുവാരസിൻ്റെ ഫിനിഷ് ഇങ്ങനെയല്ല. എടാ, അഥവാ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? അതായത് കമൻട്രി വേണ്ടാലോ, നമുക്ക് പാട്ടാക്കിയാലോ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ നമ്മളെ ഇവൻ്റെ കാണുന്നില്ല, ഡെന്നീസ് ബെർണാഡിൻ്റെ ലൈവ് സ്ട്രീം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് സോങ് ആണ്, മറ്റേ ഇംഗ്ലീഷ് കോപ്പി റൈറ്റ് ഇല്ലാത്ത. ഓക്കെ, പോസെല്ലാം അടിച്ചിട്ടുണ്ട്. നിങ്ങളത് പറയട്ടെ, കമൻറ്റ് ചെയ്ത് പറഞ്ഞോ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈവ് വേണ്ടതെന്നുള്ളത്. PC ഒന്നുമില്ല, എനിക്ക് പറ്റുന്ന പോലെയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഫോണിലെല്ലാം നല്ല ഹീറ്റെല്ലാം ആയിട്ട് കളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെല്ലാം സെറ്റാക്കാം. എല്ലാം അങ്ങനെ സ്റ്റാർട്ടിങ് കിട്ടില്ലല്ലോ. പോവാം, നമുക്ക് പോസിറ്റീവ് വൈബിലങ്ങ് കൊണ്ടുപോടാടാ. കൊണ്ടുപോകും പൊതിഞ്ഞ് ഇല്ല. അയ്യോ, ലാസ്റ്റ് മിനിറ്റിൽ ചെറുതായിട്ട് പണിയായിട്ടുണ്ട്. 83 1 ബാർ ഡിഫൻസ് ഇടാ ഗൈസ്. കുറച്ചെങ്കിലും അവിടെ ബാലൻസ് ആയിട്ട് കിട്ടും പ്ലേയേഴ്സ്, ഇല്ലെങ്കിൽ എല്ലാം വെറുതെ കയറിപ്പോവും. നൈസ് ഓവൻ എടുക്ക്. ആ പൊളി 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 പൊളി. ആരത്? റഫീനിയ ടേണ്, ഡബിൾ ടച്ച് ആൻഡ് റഫീനിയാടോ. ഫെനോമിനൽ ഫിനിഷിങ് ബ്രോ. എവിടെ? പക്ഷെ അത് പോസ്റ്റിലേക്ക് പോയെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഒരു പ്ലെയറാണെന്ന് ചിലപ്പം പുറത്തേക്കായിരിക്കും. പക്ഷെ ഇപ്പം കറക്റ്റ് പോസ്റ്റിലേക്ക് ഇട്ടെ, അതായിരിക്കും ഫെനോമിനലല്ലേ. അൺബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓക്കെ നമ്മളെന്തായാലും കളിച്ച്. ഡബിൾ ടച്ച് നൈസ്. ഓവൻ, റഫീനിയ, കേളി. അയ്യേ, ആരാ അത് ഗോളി? ഓക്കെ, അപ്പോൾ നമ്മൾ 2-1 വിന്നായിട്ടുണ്ടായി. ലാസ്റ്റ് മിനിറ്റിലാണ് കളി കുറച്ചും കൂടി ടൈറ്റായത്. അത്രയും നേരം ഭയങ്കര ശോകം കളിയായിരുന്നു. ഞാൻ വേറെ എന്തെല്ലോ ചിന്തിച്ചിട്ടാണ് കളിക്കുന്നത്. ലൈവിൻ്റെയോ പിന്നെ എന്തെല്ലോ ചിന്തിക്കുന്നത് ഞാൻ. ഓക്കെ, എന്തായാലും 2K അടിച്ചിട്ടുണ്ടായി. 6 ഷോട്ട് 39% ഉള്ളൂ. നമ്മൾ നല്ലോണം പൊസിഷൻ പിടിച്ച് കളിച്ചു. പക്ഷേ പുള്ളിക്കാരൻ നല്ല കളിയായിരുന്നു, ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ, പക്ഷേ ഗോളായില്ല. ഓക്കെ, 2K അടിച്ചിട്ടുണ്ട്. ഹിയർ വി ഗോ. അപ്പോൾ എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 2000 അങ്ങനെ അടിച്ചിട്ടുണ്ട്. പുതിയ അക്കൗണ്ടിൽ അപ്പോൾ ഫസ്റ്റ് ടൈം 2000 അടിച്ചിട്ടുണ്ട്. 67% വിൻ റേറ്റ് ഉള്ളൂ. അതൊക്കെ സെറ്റാക്കണം. നമുക്ക് സെറ്റാക്കി കൊണ്ടുവരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.